ഇൻട്രസ്റ്റിംഗ് ആയ രണ്ട് വാക്കുകൾ നോക്കാം. ഇംഗ്ലീഷിലെ ലൂണാർ എക്ലിപ്സ്. ലൂണാർ എക്ലിപ്സ് എന്നാൽ ചന്ദ്രഗ്രഹണം എന്നർത്ഥം. രണ്ടാമത്തെ വാക്കും ഇംഗ്ലീഷിൽ തന്നെയാണ്, ലുനാറ്റിക്. ലുനാറ്റിക് എന്നാൽ ഭ്രാന്തൻ എന്നർത്ഥം, മാനസിക രോഗമുള്ള ഒരാൾ എന്നർത്ഥം. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വാക്കുകളിലും കോമൺ ആയൊരു കുഞ്ഞു വാക്കുണ്ട്, ലൂണ. പറയുന്നത് ലൂണ എന്ന വാക്കിൻ്റെ ഒറിജിൻ ലാറ്റിൻ ഭാഷയാണെന്നാണ്. ചിലർ പറയുന്നു ലാറ്റിൻ ഭാഷയിലേക്ക് ലൂണ എന്ന വാക്ക് വരുന്നത് ഇന്ത്യയിൽ നിന്നുമാണ് എന്നാണ്. അതവിടെ നിൽക്കട്ടെ. ലാറ്റിൻ ഭാഷയിൽ ലൂണ എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രൻ എന്നാണ്, മൂൺ. ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഭ്രാന്തനെ ലുനാറ്റിക് എന്ന് വിളിക്കുന്നു? ഭ്രാന്തിനും ചന്ദ്രനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നല്ലേ ഇതിനർത്ഥം? നിർഭാഗ്യവശാൽ ഭൂരിഭാഗം സയൻറ്റിസ്റ്റുമാരും പറയുന്നത് മനുഷ്യനും ചന്ദ്രനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നാണ്. മനുഷ്യനെ സ്വാധീനിക്കാൻ ചന്ദ്രന് സാധിക്കുമെന്നതിൻ്റെ കാര്യമായ തെളിവുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നാണ്. പക്ഷേ ഒരു ചെറിയ സംഘം സയൻറ്റിസ്റ്റുമാരെങ്കിലും പറയുന്നു ഇങ്ങനെയല്ല എന്ന്. മനുഷ്യൻ്റെ ഉറക്കത്തെയും മാനസികാവസ്ഥയെ പോലും ചന്ദ്രനെ സ്വാധീനിക്കാൻ സാധിക്കുന്നുവെന്ന്. എന്തായിരുന്നാലും എല്ലാ സയൻറ്റിസ്റ്റുമാരും ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ടൈഡ്സ് എന്ന ഫിനോമിനലിൽ ചന്ദ്രനുള്ള ഇൻവോൾവ്മെൻ്റ് ആണ്. ഹൈ ആൻഡ് ലോ ടൈഡ്സ്, വേലിയേറ്റവും വേലിയിറക്കവും, ഇത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള വാക്കുകളാണ്. ഭൂമിയിൽ സീ ലെവലിൽ ഉണ്ടാകുന്ന ഉയർച്ചയും താഴ്ചയുമാണ് ഹൈ ആൻഡ് ലോ ടൈഡ്സ് അഥവാ വേലിയേറ്റവും വേലിയിറക്കവും. സയൻസ് വളരെ വ്യക്തമായി പറയുന്നു ഭൂമിയിലുണ്ടാകുന്ന വേലിയേറ്റവും വേലിയിറക്കവും ചന്ദ്രൻ കാരണമാണ് എന്ന്, ചന്ദ്രൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണെന്ന്. മൂണിൻ്റെ ഗ്രാവിറ്റേഷണൽ പുള്ള് കാരണമാണ് ഭൂമിയിൽ ഹൈ ആൻഡ് ലോ ടൈഡ്സ് ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഭൂമിക്ക് ചന്ദ്രനേക്കാൾ ഏകദേശം 4 ഇരട്ടിയോളം വീതിയുണ്ട്. അതായത് ചന്ദ്രനേക്കാൾ ഏകദേശം 4 ഇരട്ടി വലുപ്പമുള്ള ഗ്രഹത്തിലെ മുഴുവൻ ജലത്തിനെയും ചന്ദ്രന് സ്വാധീനിക്കാൻ സാധിക്കുന്നു. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമെന്നാൽ ഭൂമിയിൽ ഏകദേശം 70% ജലമാണ്. മനുഷ്യ ശരീരത്തിലും ഏകദേശം 70% ജലമാണ്. ഇത്ര വലിയൊരു ഗ്രഹത്തിലെ മുഴുവൻ ജലത്തിനെ സ്വാധീനിക്കാൻ സാധിക്കുമെങ്കിൽ 70%-ഓളം ജലമുള്ള നിങ്ങളുടെ ശരീരത്തിന് ചന്ദ്രനെ സ്വാധീനിക്കാൻ സാധിക്കില്ലേ? മിക്ക സ്പിരിച്വൽ ട്രഡീഷൻസും പറയുന്നത് തീർച്ചയായിട്ടും സാധിക്കും എന്നാണ്. നിങ്ങൾ സ്പിരിച്വാലിറ്റിയിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണെങ്കിലും അല്ലെങ്കിലും, സ്പിരിച്വൽ യാത്ര നടത്തുന്ന ഒരാളാണെങ്കിലും അതല്ല സാധാരണ ജീവിതം നടത്തുന്ന ഒരാളാണെങ്കിലും, മൂണിന് നിങ്ങളുടെ മേൽ വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടത്രേ. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമെന്നാൽ നമുക്കറിയാവുന്ന ബോധോദയം കൈവരിച്ച മിക്ക ആൾക്കാരും ബോധോദയം കൈവരിച്ചത് പൗർണമി രാത്രികളിലാണ്. ഒരൊറ്റ എക്സെപ്ഷനെ ഇതിന് ഫേമസ് ആയിട്ടുള്ളൂ. ഒരാൾ മാത്രമേ അമാവാസ്യ രാത്രിയിൽ ബോധോദയം കൈവരിച്ചതായി നമ്മൾ കേട്ടിട്ടുള്ളൂ. അത് മഹാവീരയാണ്. പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മഹാവീര എന്ന് വിളിക്കാൻ കാരണമത്രേ. മഹാവീരൻ സാധാരണഗതിയിൽ ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്തതുകൊണ്ട്, ഒഴുക്കിനെതിരെ പോയതുകൊണ്ട്, ഒരു അമാവാസ്യ രാത്രിയിൽ ബോധോദയം കൈവരിച്ചതുകൊണ്ട്. മഹാവീരനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന ആരും അമാവാസ്യ രാത്രിയിൽ ബോധോദയം കൈവരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, നമുക്കറിയാവുന്ന മിക്ക ആൾക്കാരും പൗർണമി രാത്രികളിലാണ് ബോധോദയം കൈവരിച്ചത്. ഏറ്റവും പ്രശസ്തമായ ഉദാഹരണം ഗൗതമ ബുദ്ധയാണ്. ബുദ്ധന് ബോധോദയം ഉണ്ടായത് ഒരു പൗർണമി രാത്രിയിലാണ്. ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമെന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം പൗർണമി രാത്രികളിലാണ് സംഭവിക്കുന്നത്. ബുദ്ധൻ ജനിക്കുന്നത് ഒരു പൗർണമി രാത്രിയിലാണ്. ബുദ്ധന് ബോധോദയം ഉണ്ടായത് ഒരു പൗർണമി രാത്രിയിലാണ്. ബുദ്ധൻ്റെ മരണം അത് മഹാപരിനിർവാണ എന്നറിയപ്പെടുന്നു. മഹാപരിനിർവാണം സംഭവിക്കുന്നതും ഒരു പൗർണമി രാത്രിയിലാണ്. ഇത് യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല. തീർച്ചയായിട്ടും ഇതിന് പുറകിൽ എന്തോ കാരണമുണ്ട്. എല്ലാവരും ഇല്ലെങ്കിലും പല ശാസ്ത്രജ്ഞന്മാരും പല സൈക്കോളജിസ്റ്റുകളും പറയുന്നു മനുഷ്യൻ്റെ മനസ്സിനെ ഫുൾ മൂൺ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുവെന്ന്. അവരുടെ പഠനങ്ങളിലൂടെ അവർ കണ്ടെത്തിയ കാര്യങ്ങൾ നമ്മളെ ഞെട്ടിക്കുന്നതാണ്. അവർ പറയുന്നു സാധാരണ ഒരു രാത്രിയെ അപേക്ഷിച്ച് ഫുൾ മൂൺ രാത്രിയിൽ ഭ്രാന്ത് പിടിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണത്രേ. സാധാരണ രാത്രി കമ്പയർ ചെയ്യുമ്പോൾ ഫുൾ മൂൺ രാത്രിയിൽ ഭ്രാന്ത് പിടിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഇരട്ടിയിലധികമാണ്. അതുമാത്രമല്ല, ഫുൾ മൂൺ രാത്രികളിലാണത്രേ
ഏറ്റവും കൂടുതൽ ആത്മഹത്യകൾ സംഭവിക്കുന്നത്. ഫുൾ മൂൺ രാത്രികളിലാണത്രേ ഏറ്റവും കൂടുതൽ കൊലപാതകങ്ങൾ സംഭവിക്കുന്നത്. ഇതിനർത്ഥം മറ്റുള്ള രാത്രികളിൽ ഇതൊന്നും സംഭവിക്കുന്നില്ല എന്നല്ല. പക്ഷെ ഫുൾ മൂൺ രാത്രിയിൽ ഇത്തരം സംഭവങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതെല്ലാം മനുഷ്യൻ്റെ മനസ്സിനെ ഫുൾ മൂൺ എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവുകളാണെന്നാണ് ഇവർ പറയുന്നത്. വേറെയും ചില സർവേകൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ചില സർവേകളിൽ പല ഹോസ്പിറ്റലിലെ നഴ്സുമാർ പറയുന്നത് ഫുൾ മൂൺ രാത്രികൾ ഇവരെ സംബന്ധിച്ചിടത്തോളം മാനസികമായി വളരെ വലിയൊരു പരീക്ഷണമാണ് എന്നാണ്. അവർ പറയുന്നു, സാധാരണ രാത്രി പോലെ അല്ലതത്രേ. മുഴുവൻ ഹോസ്പിറ്റലിനും ഭ്രാന്ത് പിടിച്ചതുപോലെ ഇരിക്കുമത്രേ. മറ്റു ചില സർവേകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫുൾ മൂൺ രാത്രിയിൽ ഒരു സർജറി നടക്കുമ്പോൾ, ഒരു ഓപ്പറേഷൻ നടക്കുമ്പോൾ ബ്ലീഡിങ് വളരെ കൂടുതലാണെന്നാണ്. നിങ്ങളിൽ ആർക്കെങ്കിലും ഫുൾ മൂൺ രാത്രിയിൽ ഒരു ഓപ്പറേഷനോ സിസേറിയൻ ഡെലിവറിയോ സർജറിയോ നേരിടേണ്ടി വന്നിട്ടുണ്ടോ? നിങ്ങൾക്ക് സാധാരണ ആൾക്കാരെക്കാൾ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടായിരുന്നോ? രക്തസ്രാവം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ കമൻസിലൂടെ ഷെയർ ചെയ്യുക. ചില സർവേകൾ പറയുന്നത് ഫുൾ മൂൺ രാത്രിയിൽ ഒരു സർജറി നടന്നാൽ ബ്ലീഡിംഗ് സാധാരണ ദിവസത്തേക്കാൾ കൂടുതലായിരിക്കുമെന്നാണ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഫുൾ മൂൺ എന്നാൽ മോശമായൊരു കാര്യമാണെന്ന് വിചാരിക്കരുത്. ഇപ്പോഴത്തെ കലാകാരന്മാരിൽ എത്ര കലാകാരന്മാർ അവരുടെ ആർട്ട് ഫോമിൻ്റെ ആഴങ്ങളിലേക്ക് സഞ്ചരിക്കുന്നുണ്ടെന്നറിയില്ല. എത്ര പേർ അവരുടെ ആർട്ട് ഫോമിനെ അതിൻ്റെ പൂർണ്ണതയോടെ ആസ്വദിക്കുന്നുണ്ടെന്നറിയില്ല. പക്ഷേ കുറച്ചുനാൾ മുൻപ് വരെ എല്ലാ കലാകാരന്മാർക്കും ഫുൾ മൂൺ എന്നാൽ അവരുടെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ്. ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എഴുത്തുകാരാവട്ടെ, കവികളാവട്ടെ, ചിത്രകാരന്മാരാവട്ടെ, ശില്പികളാവട്ടെ, പാട്ടുകാരാവട്ടെ, ഡാൻസേഴ്സ് ആവട്ടെ, ഇവർക്കെല്ലാവർക്കും ഫുൾ മൂൺ രാത്രി എന്നാൽ വളരെ സ്പെഷ്യലായൊരു രാത്രിയാണ്. അത് സാധാരണ രാത്രി പോലെയല്ല. ശരിയല്ലേ? ബുദ്ധന് ബോധോദയം സംഭവിച്ചത് ഒരു ഫുൾ മൂൺ രാത്രിയിലാണെന്ന് മറക്കരുത്. ചില സ്പിരിച്വൽ ട്രഡീഷൻസ് പറയുന്നു ഫുൾ മൂൺ രാത്രി എന്നാൽ മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന രാത്രിയല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ എനർജി എന്താണോ അതിന് കൂടുതൽ ശക്തി കൊടുക്കുന്ന രാത്രിയാണെന്നാണ്. അതായത് നിങ്ങളുടെ നേച്ചർ, നിങ്ങളുടെ പ്രകൃതം, നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം സന്തോഷമാണെങ്കിൽ ഫുൾ മൂൺ രാത്രിയിൽ നിങ്ങൾ കൂടുതൽ സന്തോഷം അനുഭവിക്കുന്നു. നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതം സ്നേഹമാണെങ്കിൽ ഫുൾ മൂൺ രാത്രിയിൽ നിങ്ങൾ കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളായി മാറുന്നു. നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതം മെഡിറ്റേറ്റീവ് ആണെങ്കിൽ ഫുൾ മൂൺ രാത്രിയിൽ നിങ്ങൾ കൂടുതൽ മെഡിറ്റേറ്റീവ് ആകുന്നു. നിങ്ങളുടെ യഥാർത്ഥ പ്രകൃതം ഭ്രാന്താണെങ്കിൽ ഫുൾ മൂൺ രാത്രിയിൽ നിങ്ങൾ വളരെ വലിയൊരു ഭ്രാന്തനായി മാറുന്നു. ഇവർ പറയുന്നത് ഫുൾ മൂൺ എന്നത് എന്തിനെ സ്പർശിച്ചാലും അതിൻ്റെ ക്വാളിറ്റി കൂടുന്നു, അതിൻ്റെ തീവ്രത കൂടുന്നു എന്നാണ്. മനുഷ്യന് മേലുള്ള മൂണിൻ്റെ ഇൻഫ്ലുവൻസ്, ചന്ദ്രൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുമ്പോൾ വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു കാര്യം വീഡിയോയിൽ ഇതുവരെ മെൻഷൻ ചെയ്തതേയില്ല. അത് ആർത്തവമാണ്, മെൻസ്ട്രേഷൻ. നിങ്ങൾക്കറിയാമായിരിക്കും, ഹെൽത്തി ആയ ഒരു സ്ത്രീക്ക്, ആരോഗ്യമുള്ളൊരു സ്ത്രീക്ക് 28 ദിവസങ്ങളുടെ ദൈർഘ്യമുള്ള ആർത്തവ ചക്രമാണുള്ളത്. 28 ഡേ ലോങ് മെൻസ്ട്രൽ സൈക്കിൾ. നിങ്ങൾക്കറിയാമോ, ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും പോകാനെടുക്കുന്ന സമയവും അത്ര തന്നെയാണ്. ഏകദേശം 28 ദിവസങ്ങൾ. ഒരു ചന്ദ്രമാസവും ഏകദേശം 28 ദിവസങ്ങൾ തന്നെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നു, ശരിയല്ലേ? പറയുന്നത് സ്ത്രീകളുടെ മെൻസ്ട്രൽ സൈക്കിൾ ചന്ദ്രൻ്റെ സൈക്കിളിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഇത് വളരെ വലിയൊരു വിഷയമാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ട്രഡീഷനിൽ ഡീപ്പായിട്ട് പറയുന്നുണ്ട്. മറ്റൊരു വീഡിയോയിൽ കൂടെ ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. പറയുന്നത് സ്ത്രീകളെ പോലെ തന്നെ പുരുഷന്മാർക്കും 28 ദിവസങ്ങളുടെ നീളമുള്ള ഒരു സൈക്കിൾ ഉണ്ടെന്നാണ്. നിങ്ങൾ ചിലപ്പോൾ ഞെട്ടിയേക്കാം, പക്ഷേ ഇത് സത്യമാണ്. മോഡേൺ സയൻസ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി വരുന്നതേ ഉണ്ടാവുള്ളൂ. പറയുന്നത് പുരുഷന്മാർക്കും 28 ദിവസങ്ങളുടെ ഒരു സൈക്കിൾ ഉണ്ടെന്നാണ്. പക്ഷേ സ്ത്രീകളുടേതുപോലെ ഫിസിക്കൽ സിംറ്റംസ് ഇല്ല, ശാരീരിക ലക്ഷണങ്ങളില്ല. സ്ത്രീകൾക്ക് ശാരീരിക ലക്ഷണങ്ങളുടെ സഹായത്തോടെ ഇത് മനസ്സിലാക്കാൻ സാധിക്കും. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് കൂടുതലും സൈക്കോളജിക്കലാണ്, ഫിസിക്കൽ സിംറ്റംസ് ഇല്ല. അതുകൊണ്ട് തന്നെ മിക്ക പുരുഷന്മാരും അവരുടെ ഈ സൈക്കിളിനെ കുറിച്ച് തിരിച്ചറിയുന്നതേയില്ല. പക്ഷെ പറയുന്നത് മൂൺ സൈക്കിളിനെ ബേസ് ചെയ്ത് ഒരു സൈക്കിൾ പുരുഷന്മാർക്കും ഉണ്ടെന്നാണ്.
പക്ഷെ അത് സൈക്കോളജിക്കലാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ടോപ്പിക്കാണത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാഴ്ചപ്പാട്. മറ്റൊരു വീഡിയോയിലൂടെ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക. ഫുൾ മൂണുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അനുഭവങ്ങൾ, ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻസിലൂടെ ഷെയർ ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ, ഈ നല്ല അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലെ മറ്റ് വീഡിയോസ് കണ്ടു നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നതിനൊപ്പം ഈ ചാനലിലും അത് വളരെ വലിയൊരു സപ്പോർട്ടാണ്.